ബാക്ക് ടു മറ്റൊരു വീഡിയോ ഓഫ് ഇറ്റ്സ് മീ വിദ്യ. ഇന്ന് ചുറ്റും കടലല്ലേ, മീനല്ലാതെ അവിടെ പച്ചക്കറിക്ക് കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ എന്നെല്ലാവരും ചോദിക്കാറുണ്ട് കേട്ടോ. മീൻ മാത്രമല്ല കേട്ടോ, നല്ല ഫ്രഷ് പച്ചക്കറിയും നമുക്കിവിടെ കിട്ടും. എങ്ങനെയെന്നല്ലേ, ഇത് ഞങ്ങളുടെ ഐലൻഡിലൊരു ഫാമാണ്. ഇത് ഒരു വ്യക്തിയുടെ അല്ല കേട്ടോ, ഈ ഐലൻഡിലെ ഓരോരുത്തർക്കും ഇതിവിടെ ഫാമുണ്ട്. വീട് വെക്കാനും കൃഷി ചെയ്യാനും ഒക്കെ ഇവിടുത്തെ ഗവൺമെൻറ് സൗജന്യമായി നൽകുന്നതാണ് ഇതൊക്കെ. ഈ മരത്തിൻ്റെ കമ്പ് കൊണ്ട് വേർതിരിച്ചിരിക്കുന്നത് ഓരോരുത്തരുടെയും സ്ഥലമാണ് കേട്ടോ. ജനുവരിയോടുകൂടി കൃഷി ഇവിടെ സജീവമാവും. കാരണം മാർച്ചിൽ നോമ്പ് വരുമല്ലേ. ഇവരുടെ ആവശ്യത്തിനും വിൽപ്പനയ്ക്കും മറ്റുമായി അവരുടെ ജനുവരി തൊട്ട് കൃഷി തുടങ്ങും കേട്ടോ. കൂടുതലായും തണ്ണിമത്തൻ, ഷാമാം, പിന്നെ വഴുതനങ്ങ, പഴം, പച്ചമുളക്, തക്കാളി, അങ്ങനെ എല്ലാം ഇവിടെ നമുക്ക് ലഭിക്കും. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഒരു കക്കിരിക്ക തോട്ടത്തിലേക്കാണ് കേട്ടോ. നിറയെ കക്കിരിക്ക പിടിച്ചിട്ടുണ്ട് അവിടെ. ഇത് നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ വേണ്ടി പറ്റും. ഇടനിലക്കാരില്ലാതെ കർഷകന്റെ കയ്യിൽ നിന്ന് തന്നെ നമുക്കിതൊക്കെ വാങ്ങാൻ വേണ്ടി പറ്റും കേട്ടോ. നോക്കിയേ, എന്ത് രസമല്ലേ ഈ ഒരു കാഴ്ചകൾ എന്ന് പറയുന്നത്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പപ്പായയാണ്. ചെറിയ തൈയാണ്, മാർച്ചിലോട്ട് വിളവെടുപ്പ് എന്ന രീതിയിലാണ് ഇവരിതൊക്കെ നട്ടുകൊടുക്കുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നോമ്പ് സമയത്തേക്ക് വേണ്ടിയിട്ട് വഴുതനങ്ങയും തണ്ണിമത്തനൊക്കെ ഇങ്ങനെ ഫാമിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഇത് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, മിക്ക ആൾക്കാരുടെയും ഒരു പ്രധാന വരുമാന മാർഗം കൂടിയാണ് ഇവിടെ കൃഷി എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ കൃഷി ചെയ്താലേ കോടീശ്വരന്മാരാകാൻ പറ്റും. നിങ്ങൾക്ക് വിശ്വാസമായോ? വഴുതനങ്ങയാണ് കേട്ടോ. ട്യൂണ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും വഴുതനങ്ങയൊക്കെ തന്നെയാണ്. എൻ്റെ ഫേവറേറ്റ് ആണ് ഈ ഒരു കൈപ്പക്ക എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ വന്ന സമയം തൊട്ട് അന്വേഷിക്കുന്നതാണ് കൈപ്പക്ക. പക്ഷെ അന്നൊന്നും കിട്ടിയിരുന്നില്ല. ഇന്നിവിടെ ഈ കൈപ്പക്ക കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. ഈ കൈപ്പക്ക തോട്ടത്തിന് ഇടവേളയായിട്ട് അവർ പച്ചമുളകും ചുരക്കയും ഒക്കെ കൃഷി ചെയ്തിട്ടുണ്ട്. നോക്കിയേ, എത്ര നന്നായാണ് അവർ ഇതൊക്കെ പരിപാലിച്ച് വരുന്നത്. തിരിച്ചു പോരുന്ന വഴിയിൽ അവരെനിക്ക് കുറച്ച് പാവയ്ക്കയും കൂടി തന്നു കേട്ടോ. വേറൊരു സ്ഥലത്ത് തണ്ണിമത്തൻ വിളഞ്ഞു നിൽക്കുന്നത് കണ്ടോ. ജനുവരിയോടുകൂടി ഇനി എല്ലാവരും തണ്ണിമത്തനൊക്കെ കൃഷി ചെയ്യുവേ. പല വെറൈറ്റിയിലുള്ള തണ്ണിമത്തൻ നമുക്കിവിടെ കിട്ടും കേട്ടോ. മഞ്ഞ, ചുവപ്പ്, ഓറഞ്ച്, എന്ത് രുചിയാണെന്നറിയോ ഇതിനൊക്കെ. ജനുവരിയോടുകൂടി ഇവിടെ മൊത്തം തണ്ണിമത്തനായിരിക്കും. എന്ത് രസമല്ലേ ഈ ഒരു കാഴ്ചകളെന്ന് പറയുമ്പോൾ. ശരിക്കും നാടിൻ്റെ ഒരു പ്രതീതിയാണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയത്. ഇത് നോക്കിയേ, ഇതൊരു വാഴക്കൃഷിയാണ്. ഇവിടെ കൂടുതലും ചെറിയ പഴത്തിനാണ് പ്രിയം കൂടുതൽ. നമ്മുടെ വലിയ പഴം, അതായത് നേന്ത്രപ്പഴം ഇവിടെ കിട്ടാറേ ഇല്ല കേട്ടോ. പാഷൻ ഫ്രൂട്ട്, ഈ ഒരു ആംബിയൻസ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ആലപ്പുഴയുടെ ഏതോ ഒരു ഭാഗത്ത് പോയ പോലെയാണ് കേട്ടോ. ഇത് കണ്ടോ, സ്റ്റോൺ ആപ്പിൾ ആണ്. ഇതിനിവിടെ കുന്നാരു എന്നാണ് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഗ്രീൻ ഹൗസ് കാണാൻ പോയാലോ. ഇതാണ് ഗ്രീൻ ഹൗസ്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ട് ഗ്രീൻ ഹൗസിനെ കുറിച്ച്. അന്ന് ഇതിനെ ചൊല്ലി ടീച്ചർമാരുടെ കയ്യിൽ നിന്ന് ഒരുപാട് തല്ലും വാങ്ങിയിട്ടുണ്ട്. ഇന്നാണ് ഇത് നേരിട്ട് കാണുന്നത്. ഇവിടെ പച്ചമുളകും തക്കാളിയാണ് ഇവർ മെയിനായിട്ട് കൃഷി ചെയ്യുന്നത്. ഒരുപാട് ഇന്നോവേഷൻസ് ഇവരുടെ കൃഷിയിൽ കൊണ്ടുവരും. ഇതുപോലുള്ള ഫാമുകൾ നമുക്കും ഒരു അനുഗ്രഹമാണ് കേട്ടോ. കാരണം നമുക്കും ഫ്രഷ് ആയിട്ട് ഇതുപോലെ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് നമുക്ക് പ്രിയപ്പെട്ടതായി മാറുന്നതും. ഇതുപോലുള്ള മാൽദീവ്യൻ വിശേഷങ്ങൾക്കായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. Until the next video, it's me Vidya signing off.